കരുവാരക്കുണ്ടിൽ രണ്ടാഴ്ചയായി കടുവാപ്പേടിയിൽ മലയോരം സ്തംഭിച്ചതോടെ തോട്ടം ജോലികൾ നിലച്ചു. ഈ സാഹചര്യത്തിൽ ചില തോട്ടം ഉടമകൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്കായി നിയോഗിച്ചത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രദേശത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ഈ തൊഴിലാളികൾ ജീവൻ പണയം വെച്ചാണ് തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്നത്. കടുവയുടെ ഭീഷണി കാരണം നാട്ടുകാരായ തൊഴിലാളികൾ ജോലിക്ക് പോകാൻ വിസമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് അപകട സാധ്യതയെക്കുറിച്ച് അറിയാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളെ തോട്ടം ഉടമകൾ ഉപയോഗിക്കുന്നത് എന്നാണ് വിമർശനം. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ റബ്ബർ ടാപ്പിംഗ് ജോലികൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കടുവയെ പിടിക്കാൻ വച്ച കെണിയിൽ പുലി കുടുങ്ങിയത് ഇതേ സ്ഥലത്താണ്. കിഴക്കൻ മലയോരത്തെ തോട്ടം മേഖലയിലെ 98% ടാപ്പിംഗ് തൊഴിലാളികളും സമീപ പ്രദേശങ്ങളിലെ മലയാളികളാണ്. എന്നാൽ കഴിഞ്ഞ മാസം 15 ശേഷം ഇവർ ആരും ടാപ്പിങ്ങിനോ മറ്റു ജോലികൾക്കോ തോട്ടത്തിൽ പ്രവേശിച്ചിട്ടില്ല. കാടുവെട്ടൽ, വളം ചേർക്കൽ തുടങ്ങിയ ജോലികളും കടുവാപ്പേടി കാരണം മുടങ്ങിയിരിക്കുകയാണ്. കേരള എസ്റ്റേറ്റ്, മഞ്ഞൾപ്പാറ, കൽക്കുണ്ട്, തരിശ്, തുരുമ്പോട തുടങ്ങിയ മേഖലകളിൽ കടുവയുടെ ശല്യം കൂടുന്നതിന് മുൻപേ തന്നെ ആനയുടെയും പുലിയുടെയും ശല്യം രൂക്ഷമായിരുന്നു. നാട്ടുകാരുടെ വിലയിരുത്തലിൽ 10ലേറെ പുലികളും അവയുടെ കുട്ടികളും ഈ പ്രദേശങ്ങളിൽ ഉണ്ടെന്നാണ് കണക്ക്. കടുവയെ കണ്ടു തുടങ്ങിയത് കഴിഞ്ഞ 2 വർഷത്തിനിപ്പുറമാണ്. പുലർച്ചെ 5 മണിക്ക് മുൻപ് തലയിൽ സെർച്ച് ലൈറ്റ് വെച്ച് ടാപ്പിങ്ങിന് തോട്ടങ്ങളിലെത്തുന്ന തൊഴിലാളികൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അതീവ അപകടകരമാണ്. ഈ മേഖലയിൽ കടുത്ത കടുവാ ഭീഷണി നിലനിൽക്കുന്ന കാര്യം അറിയാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ മല കയറുന്നത്. ആളെ കൊല്ലിക്കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടുന്നത് നാട്ടുകാരുടെ ഭയത്തിന് താൽക്കാലികമായെങ്കിലും ആശ്വാസം നൽകുമെന്നാണ് പ്രദേശവാസികൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ മലയോര മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത് നിർബന്ധപൂർവമല്ലാത്ത ഒരു കുടിയൊഴിപ്പിക്കലാണ്. അതായത് കർഷകരെ ഒഴിപ്പിക്കുക, വനം വളർത്തുക എന്നുള്ള ഒരു വളരെ വലിയ ഗൂഢ പദ്ധതി ഇതിന് പുറകിലുണ്ട്. അത് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 2009 തുടങ്ങിയ 2011 വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് മുഖേന വന്ന പശ്ചിമഘട്ടത്തിന്റെ ലോക പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. 2011 പശ്ചിമഘട്ടത്തിന് ലോക പൈതൃക പദവി നൽകിയപ്പോൾ യുനെസ്കോ പറഞ്ഞ പ്രധാനപ്പെട്ട കണ്ടീഷൻ പശ്ചിമഘട്ടത്തിലെ വനത്തിന് തുടർച്ചയുണ്ടാവണമെന്നുള്ളതാണ്. അതായത് 6 സംസ്ഥാനങ്ങളിൽ നീണ്ടു കിടക്കുന്ന പശ്ചിമഘട്ടത്തിലെ വനത്തിന് ഇടതൂർന്ന വനം, ഇടയ്ക്ക് ഉള്ള മനുഷ്യവാസ മേഖലകൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് സിംഗിൾ സ്ട്രെച്ചിൽ വനം വേണമെന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പല തലത്തിലും അത് മുറിഞ്ഞിട്ടുണ്ട്. അവിടെ ജനവാസ കേന്ദ്രങ്ങളുണ്ട്. അവരെയൊക്കെ പണം കൊടുത്ത് ഒഴിവാക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ ഉപയോഗിച്ച്, വന്യമൃഗങ്ങൾ എന്ന ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പാലായനം നടത്താൻ കർഷകരെ പ്രേരിപ്പിച്ചുകൊണ്ട് വനം വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ പുറകിലെ ഗൂഢാലോചന. ആ ഒരു ഗൂഢാലോചന കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതിരോധം തീർത്തുകൊണ്ട് ജനിച്ച മണ്ണിൽ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം കർഷകർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. ഈ ചാനൽ കരുവാരക്കുണ്ട്. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.